യു ബിക്കം വാട്ട് യു തിങ്ക്. നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് നിങ്ങൾ അതായി മാറും. നല്ലത് ചിന്തിക്കുമ്പോൾ നല്ലത് നടക്കും. മോശമായ കാര്യങ്ങൾ, ചീത്ത കാര്യങ്ങൾ ചിന്തിക്കുമ്പോഴോ എന്താണ് നടക്കുക? നമുക്ക് എല്ലാവർക്കും അറിയാം, 2 തരത്തിലുള്ള ചിന്തകളുണ്ട്. പോസിറ്റീവ് ചിന്തകളും നെഗറ്റീവ് ചിന്തകളും. നമുക്ക് പോസിറ്റീവ് ചിന്തകളുള്ള സമയത്ത് നമ്മൾ എപ്പോഴും സന്തോഷത്തിലായിരിക്കും, ഒരു പ്ലസന്റ് ഫേസ് ആയിരിക്കും, നല്ലൊരു ഗുഡ് ഫീൽ ഉണ്ടാവും. നമ്മുടെ സംസാരത്തിലും നമ്മുടെ പ്രവൃത്തിയിലും അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് മാത്രമല്ല, നമ്മുടെ കൂടെയുള്ളവർക്കും അത് നന്നായിട്ട് ഫീൽ ചെയ്യും. നിങ്ങളുടെ കൂടെ ഉള്ളവർ പറയാറില്ല, അല്ലെങ്കിൽ നിങ്ങളോട് ആരെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, നിങ്ങളോട് സംസാരിക്കുമ്പോൾ നല്ലൊരു പോസിറ്റീവ് ഫീലാണ്, മനസ്സിനൊരു സുഖം തോന്നുന്നു, സന്തോഷം തോന്നുന്നു അല്ല. അപ്പോൾ പോസിറ്റീവ് ചിന്തകൾ ഉള്ളവർക്കാണ് അങ്ങനെയുള്ള ഒരാളായി മാറാൻ സാധിക്കുക. ഇതേ നെഗറ്റീവ് ചിന്തകൾ ഉള്ളവർക്കോ അവർക്ക് മൊത്തത്തിൽ ഒരു ആത്മവിശ്വാസക്കുറവുണ്ടാവും, ഒന്നിനും ഒരു താല്പര്യമില്ലായ്മ, എപ്പോഴും ഒരു ചിന്തയിലായിരിക്കും, ഓരോ ചിന്തകളിലായിരിക്കും അവർ. ഒന്നില്ലെങ്കിൽ പാസ്റ്റിനെ കുറിച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ ഫ്യൂച്ചറിനെ കുറിച്ചിട്ടായിരിക്കും. ആക്ച്വലി 99% നടക്കാത്ത കാര്യങ്ങളായിരിക്കും അവർ ചിന്തിച്ചു കൂട്ടുന്നത്. ഈ നെഗറ്റീവ് ചിന്തകൾ യഥാർത്ഥത്തിൽ നമ്മളെ തളർത്തുകയാണ് ചെയ്യുക, ഡൗൺ ആക്കുകയാണ് ചെയ്യുക. എനിക്ക് വരുന്ന ഫോൺ കോൾസിലും മെസ്സേജിലും കൂടുതൽ ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് എങ്ങനെയാണ് നെഗറ്റീവ് ചിന്തകളെ അവോയ്ഡ് ചെയ്യുക, ഓവർകം ചെയ്യുക എന്നതാണ്. നെഗറ്റീവ് ചിന്തകളെ ഓവർകം ചെയ്യാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നെഗറ്റീവ് ചിന്തകളാണ് നമുക്ക് ഇപ്പോൾ ഉള്ളത് എന്നത് തിരിച്ചറിയാൻ സാധിക്കണം. ചിന്തകളെ നിരീക്ഷിക്കുക. ഇപ്പോഴുള്ള എൻ്റെ ചിന്തകൾ നെഗറ്റീവാണോ പോസിറ്റീവാണോ എന്ന്. നെഗറ്റീവ് ചിന്തകളാണെങ്കിൽ നമ്മൾ അപ്പോൾ തന്നെ ഒരു സഡൻ ബ്രേക്ക് കൊടുക്കാം. നമുക്ക് ഏതെല്ലാം വഴികളിലൂടെ നെഗറ്റീവ് ചിന്തകളെ ഓവർകം ചെയ്യാം എന്ന് നോക്കാം. 100% റിസൾട്ട് ഉള്ളതും അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും സിമ്പിളായ വഴികളിലൂടെയാണ് നമ്മൾ ഈ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്. ആദ്യമായി ചെയ്യേണ്ടത് പോസിറ്റീവ് കാര്യങ്ങളെ കൊണ്ട് നിറയ്ക്കുക നമ്മുടെ മനസ്സിനെയും ചുറ്റുപാടിനെയും. ഫോർ എക്സാമ്പിൾ, നല്ല പോസിറ്റീവായി സംസാരിക്കുന്ന ഫ്രണ്ടിനോട് സംസാരിക്കാം, ഒരു മൂവി കാണാം, വാക്കിങ്ങിന് പോവാം. നമ്മുടെ ജീവിതത്തിലുണ്ടായ നല്ല നല്ല കാര്യങ്ങൾ അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കാം, എഴുതാം. നമുക്ക് കിട്ടിയ അപ്രിസിയേഷൻസ്, വാക്കുകൾ, നമ്മൾ അനുഭവിച്ച സന്തോഷങ്ങളെ കുറിച്ചെല്ലാം ഒന്ന് എഴുതാം. അതുപോലെ തന്നെ നമുക്ക് കിട്ടിയ സന്തോഷ വാക്കുകൾ, അപ്രിസിയേഷൻസ് എല്ലാം. അതുപോലെ തന്നെ യാത്ര ചെയ്യുക. യാത്ര ചെയ്യുക എന്നത് നല്ലൊരു സുഖമുള്ള അനുഭവമാണ്. ചെറിയ ചെറിയ യാത്രകൾ മതി. അടുത്തുള്ള അമ്പലത്തിലേക്കോ പാർക്കിലേക്കോ സുഹൃത്തിൻ്റെ വീട്ടിലേക്കോ. ആ സമയത്ത് നമ്മൾ കാണുന്ന കാഴ്ചകൾ, ആളുകൾ, ഇതെല്ലാം നമ്മുടെ നെഗറ്റീവ് ചിന്തകളെ ഇല്ലാതെയാക്കും. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളെ ക്രിയേറ്റീവ്ലി ബിസിയാക്കി വെക്കണം. വെറുതെ ഇരിക്കരുത്. വെറുതെ ഇരിക്കാനുള്ള സമയം നമ്മൾ നമുക്ക് കൊടുക്കരുത്. കാരണം നെഗറ്റീവ് ചിന്തകൾ കൂടുതലും നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴാണ് വരുന്നത്. നല്ല ചിന്തകൾ എന്ന് പറയുന്നത് നമ്മൾ നമുക്ക് തന്നെ കൊടുക്കുന്ന നല്ല സമ്മാനങ്ങളാണ്. അങ്ങനെയുള്ള സമ്മാനങ്ങൾ നമ്മൾ എല്ലാ ദിവസവും എല്ലാ നിമിഷവും നമുക്ക് കൊടുത്തുകൊണ്ടേയിരിക്കാം. താങ്ക് യു. ഓൾ ദി വെരി ബെസ്റ്റ്.